ഹലോ നമസ്കാരം. ഞാനപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊരു സിനിമാറ്റിക് വീഡിയോ എന്നപോലെ സിനിമാറ്റിക് ആനിമേഷൻ എന്ന് പറഞ്ഞ രീതിയിലൊരു സംഭവം ഇറക്കിയായിരുന്നു. അതൊരു ഞാനിത് റെവിറ്റിൽ മോഡൽ ചെയ്ത ഒരു ബിൽഡിംഗ്. ഇതൊരു പിൻട്രസ്റ്റിൽ കണ്ട് ഇഷ്ടപ്പെട്ടൊരു ടൈപ്പ് ഓഫ് സ്ട്രക്ചറായിരുന്നു. അത് ഞാൻ വെറുതെ ഒന്ന് മോഡൽ ചെയ്ത് നോക്കിയതാണ്. എനിക്ക് തോന്നുന്നു 2024 ഏപ്രിൽ ആ സമയത്തൊക്കെ ചെയ്തതാണ് എൻ്റെ പോർട്ട്ഫോളിയോയ്ക്ക് വേണ്ടി. അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഒരു മോഡൽ ഞാനൊരു സിനിമാറ്റിക് വീഡിയോ എന്ന രീതിയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സിനിമാറ്റിക് വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ കാണുമ്പോൾ അതിൽ മെയിനായിട്ട് അതിലൊരു വ്യത്യാസം വരുന്നത് നോർമൽ വീഡിയോയിൽ നിന്ന് അതിൻ്റെ ആസ്പെക്ട് റേഷ്യോ വ്യത്യാസമുണ്ട് ഭയങ്കരമായിട്ട്. അതായത് 9:16 നമ്മൾക്ക് നോർമൽ വീഡിയോ വരുന്നത്. ഇതിൽ തന്നെ നമ്മളിപ്പോൾ ഒരു ക്ലിപ്പ് നോക്കിയാൽ ഇതൊരു 9:16 റേഷ്യോ ആണ് വീഡിയോ വരുന്നത്. നല്ലൊരു ക്ലിപ്പ് നോക്കട്ടെ. ഈ ഒരു വീഡിയോ 9:16 റേഷ്യോയിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് D5 തന്നെ അങ്ങനെ എടുക്കാൻ പറ്റും. ഞാൻ എടുത്താൽ അങ്ങനെയല്ല, ഞാൻ 9:16 എടുത്തിട്ട് പിന്നെ എന്താ പറയുക, ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഇട്ടിട്ട് ആ റേഷ്യോ ഒന്ന് ചെറുതാക്കി. അതായത് ലെങ്ത്ത് മാറിയില്ല, അതിൻ്റെ ഹൈറ്റ് ഞാൻ കുറച്ചു. അത് സിനിമാറ്റിക് റേഷ്യോ നിങ്ങൾക്ക് നോക്കിയാൽ നെറ്റിലൊക്കെ കിട്ടും. അതൊരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലിട്ടിട്ട് ഞാൻ അതിൻ്റെ ഹൈറ്റ് കുറച്ചതാണ്. ഹൈറ്റ് മീൻസ് ആ ഒരു 2 ബ്ലാക്ക് ബാർസ് താഴെയും മുകളിലും വന്നു. ആ രീതിയിലാണ് വീഡിയോ എടുത്തേക്കുന്നത്. സിനിമാറ്റിക് വീഡിയോ ആക്കാനായിട്ട് മെയിനായിട്ട് നോക്കേണ്ടത് ആസ്പെക്ട് റേഷ്യോ ആണ്. പിന്നെ ഞാൻ എടുത്ത ഷോട്ടുകൾ, അത് ഞാനിപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പം എൻ്റെ കേട്ടോ ഈ ഒരു ഞാൻ ലാസ്റ്റ് ഫൈനൽ എടുത്തിരിക്കുന്ന ഷോട്ട് ഇങ്ങനൊരു സാധനത്താണ് നമ്മൾ നിൽക്കുന്നത്. ആ വീഡിയോ ഞാനെല്ലാം ഹൈഡ് ചെയ്തിട്ടേക്കായിരുന്നു. ഒരു മിനിറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഷോട്ട്. ഇതായിരുന്നു. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ എല്ലാം അനങ്ങുന്നത് കാണാം. അപ്പോൾ ഞാനത് നേരത്തെ പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ മെയിനായിട്ട് ഇവിടെ ഈ കാണുന്ന വിൻഡ് എന്നുള്ള ഫാക്ടർ, വിൻഡ് ഓണാക്കാൻ മറക്കരുത്. കാരണം നമുക്ക് കുറച്ച് ലൈവായിട്ട് തോന്നണം നമ്മുടെ സീൻ. അതിനാണ് മെയിനായിട്ട് വിൻഡ് ഓണാക്കി വിൻഡ് ഓണാക്കി കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അസറ്റ്സിൽ നിന്നെടുത്ത് വെക്കുന്ന പ്ലാൻസ്, മോഡലിൽ ഇവിടെ നേച്ചറിൽ കിടക്കുന്ന പ്ലാൻസിൽ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമുക്ക് ഈ ഫിൽറ്റർ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഡൈനാമിക് ഓൺലി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡൈനാമിക് ആയിട്ടുള്ള പ്ലാൻസ് മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക. അല്ലാതെ അനങ്ങില്ല, മനസ്സിലായില്ലേ? അപ്പം നമ്മളിപ്പോൾ ഈ ഒരു ഷോട്ടിൽ നമ്മളിങ്ങനെ ഒന്ന് പുറകിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ മൊത്തം ഇവിടെ ഇങ്ങനെ അനങ്ങുന്ന പോലെ ഫീൽ ചെയ്യും. പക്ഷേ മെയിനായിട്ട് ഈ വലിയ ഒരൊറ്റ മരം ആണ് മെയിനായിട്ട് അനങ്ങുന്നത്, മനസ്സിലായില്ലേ? ബാക്കിയുള്ള മരങ്ങളൊന്നും അനങ്ങുന്നില്ല. ഈ ഒരു മരമുണ്ട്, അത് ഡൈനാമിക്കാണ്. പക്ഷേ ഇവിടെയുള്ളൊക്കെ സ്റ്റാറ്റിക് ആയിട്ടുള്ള ട്രീസാണ്, അതൊന്നും അനങ്ങുന്നില്ല. പക്ഷേ നമ്മുടെ ഷോട്ടിൽ നമ്മളങ്ങനെ ശ്രദ്ധിക്കില്ല. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ മൂവ്മെൻറ്റ് വലിയൊരു മരം നിൽക്കണമെന്നത് അറിയും. അതുപോലെ തന്നെ ഈ കുഞ്ഞ് ഗ്രാസ് കണ്ടില്ലേ, ഇതെല്ലാം ഡൈനാമിക്കാണ്. ഫിൽ ഓഫ് ചെയ്യുക, ഇതെല്ലാം ഡൈനാമിക്. ഇപ്പം എനിക്ക് ഫസ്റ്റ് ഷോട്ട് ഇരിക്കുന്നത് ഇവിടെയാണ്. ഇങ്ങനെ ഷോട്ടാണ് ഫസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിലിങ്ങനെ നോക്കുമ്പോൾ മൊത്തം മൂവ്മെൻ്റ് ഒക്കെ കാണുന്നുണ്ട്. അത് കാരണം എന്താ വെച്ചാൽ ഈ ഇരിക്കുന്ന ചെടികളൊക്കെ ഡൈനാമിക് ആയതുകൊണ്ടാണ്. ഞാൻ ഈ ഗ്രൂപ്പിനകത്തൊക്കെ ഇട്ടേക്കുവാണ്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഒരു വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഡൈനാമിക് ആയിട്ടുള്ള മോഡൽസ്. അത് നിങ്ങളിപ്പോൾ ഒരു എന്താ പറയുക, ഒരു വീടിൻ്റെ മുന്നിൽ ഒരു കാറ് പോകുന്നൊക്കെ ആണെങ്കിൽ കാറ് നിങ്ങൾ ഇതിലെ വെഹിക്കിൾസ് എടുത്ത് വയ്ക്കാൻ നോക്കുക. കാരണം അതിൽ വീലൊക്കെ ആണെങ്കിൽ, ഇതിപ്പോൾ ഞാൻ സ്റ്റാറ്റിക്കായിട്ട് കിടക്കണോണ്ട് ഞാൻ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന ഒരു BMW ആണ് കിടക്കുന്നത്, ഒരു F82 നമ്മുടെ M4 എന്ന് പറയുന്ന വണ്ടി, മനസ്സിലായില്ലേ? അപ്പോൾ അത് കുഴപ്പമില്ല, ഇവിടെ ഇങ്ങനെ കിടന്നോട്ടെ. ഞാൻ എൻ്റെ ഹെഡ്ലൈറ്റ് മാത്രം ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോയ്ക്ക്. ഹെഡ്ലൈറ്റൊക്കെ ഇത് ഒരു ഇമ്പോർട്ടഡ് മോഡലാണ് സ്കെച്ചപ്പിൽ നിന്ന്. അപ്പോൾ ഞാനതിലെന്താ ചെയ്യുന്നത് വെച്ചാൽ ഡെപ്ത് ഓഫ് ഫീൽഡ് ഓഫ് കണ്ടോ, ഈ ഹെഡ്ലൈറ്റ് ഓൺ ആക്കാനായിട്ടൊന്നും എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് പോയി കഴിഞ്ഞിട്ട് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിനേക്ക് ക്ലിക്ക് ചെയ്താൽ കണ്ടോ അതിൻ്റെ എമിസീവ്നെസ് എനിക്ക് കൂട്ടിയും കുറച്ചും കൊടുക്കാൻ പറ്റും. അങ്ങനെ വെറുതെ ഓണാക്കിയിട്ടു, അത്രേ ഉള്ളൂ. പിന്നെ കാറിൻ്റെ പെയിൻ്റൊക്കെ ഒന്ന് റിഫ്ലക്ഷനൊക്കെ കൂട്ടി കൊടുത്തു, കുറച്ച് ഭംഗിയാവാൻ വേണ്ടി മെയിനായിട്ട്. പിന്നെ ഞാൻ കൊടുത്തിരിക്കുന്നത് കണ്ടോ, ഇതൊരു പ്രസിപിറ്റേഷൻ ഓണാക്കിയിട്ട് കുറച്ച് വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു എഫക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്.
ബേസിക്കായിട്ട് നമ്മൾ റെൻഡർ ചെയ്യുമ്പോൾ അതൊക്കെ ചെയ്യും. പിന്നെ നമ്മൾ സിനിമാറ്റിക് വീഡിയോ എടുക്കുമ്പോൾ നോക്കേണ്ടത് ഞാനെടുത്ത ആ ഒരു ഷോട്ട്, ഞാൻ ഭയങ്കര സിനിമാറ്റിക് ഒന്നുമല്ല വീഡിയോ, സാധാരണ ഒരു വീഡിയോ പോലെ തന്നെ ഞാൻ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ നിങ്ങൾ ഈ ക്ലിപ്പൊക്കെ എടുത്ത് നോക്കിയാൽ ലാസ്റ്റത്തെ ഒരു നല്ല ക്ലിപ്പ് ഉണ്ടായിരുന്നതിൽ ഈ ഒരു ഷോട്ട് ഇവിടെ 10 സെക്കൻഡിൻ്റെ ഷോട്ടാണ്. എല്ലാം ഞാൻ അങ്ങനെ 10 സെക്കൻഡൊക്കെ വെച്ച് എടുത്തിരിക്കുന്നത്. അതെന്താ കാരണം എന്ന് വെച്ചാൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ നേരത്ത് ഒരുപാട് സ്പീഡിൽ പോകുന്ന ഷോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടിപ്പോൾ ഈ ഒരു സ്റ്റെപ്പിന് സൂം ചെയ്യണമെന്നൊക്കെ തന്നെ കണ്ട ഇങ്ങനെ പയ്യെ പോകുന്ന ഒരു രീതിയിലുള്ള ഒരു ഷോട്ടാണ് എടുത്തിരിക്കണം. കാരണം 10 സെക്കൻഡ് എടുത്തിട്ടു, അപ്പോൾ അതൊക്കെ പൊക്കോളല്ലോ. പിന്നെ എല്ലാം ഞാൻ സീൻ സെറ്റ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലിപ്പ് എടുക്കാനായിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ 2 സീൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കുറച്ച് സൂംഡ് ഔട്ടായിട്ട് ഇരിക്കുന്ന രീതിയിൽ, കണ്ടോ ഇങ്ങനെ സൂംഡ് ഔട്ടായിട്ടുള്ളൊരു സീൻ, അടുത്തത് സൂം ഇൻ ആയിട്ടുള്ളൊരു സീൻ, മനസ്സിലായില്ലേ? ഇങ്ങനെ 2 സീൻ സെറ്റ് ചെയ്യുക, വീഡിയോയിൽ പോവുക, ഇതൊരു ക്ലിപ്പ് ആഡ് ചെയ്യുക. ഞാൻ ഈ സൂംഡ് ഔട്ട് ആയിട്ടുള്ള ആഡ് കറണ്ട് വ്യൂ, അത് കഴിഞ്ഞ് സൂം ഇൻ ചെയ്തിട്ടുള്ള സീനിലേക്ക് പോവുക. ഇതിനതേ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആഡ് ചെയ്ത് വരും. എന്നിട്ട് ഇതിൻ്റെ ടൈം ഞാൻ നേരെ ഇത് 10 കൊടുത്തു, അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഷോട്ട് നമുക്ക് കിട്ടി അവിടെ, കണ്ടില്ലേ? സീൻ സെറ്റ് ചെയ്ത് ഷോട്ട് എടുക്കണം ഏറ്റവും നല്ലൊരു കാര്യം എന്ന് ഞാൻ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് എളുപ്പപ്പണിക്ക് വേണമെങ്കിൽ ഇവിടെ നമ്മുടെ വീഡിയോയിൽ ഇവിടെ പോയി കഴിഞ്ഞാൽ ടെംപ്ലേറ്റ്സ് ഉണ്ട്, ടെംപ്ലേറ്റ്സ് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ക്യാമറ മൂവ്മെൻ്റ് ഉണ്ട്. ഞാനെടുത്ത ഈ ഒരു സെയിം ഷോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, ഒരു ഹൊറിസോണ്ടൽ പുഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടെംപ്ലേറ്റ് ഇട്ട് കൊടുക്കാം. അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സെയിം തന്നെ എഫക്റ്റ് കിട്ടുക കേട്ടോ. അങ്ങനെയും ചെയ്യാം. സമയം ജസ്റ്റ് ഒന്ന് 10 സെക്കൻഡായിട്ടൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ പയ്യെ ഇങ്ങനെ പോകുന്നൊരു ഷോട്ട് നിങ്ങൾക്ക് എടുക്കാം. അങ്ങനെ എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇത് എളുപ്പമാണ്. പക്ഷേ എനിക്കെന്തോ സീൻ സെറ്റ് ചെയ്തെടുക്കാനാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നുള്ളൂ. ഇതിൽ തന്നെ ഇഷ്ടംപോലെ ഷോട്ടുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു സിനിമാറ്റിക് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഇതേപോലെ ചെറിയ ബേസിക് ആയിട്ടുള്ള ശ്രദ്ധിക്കാനുള്ളൂ. ഒന്ന് ലൈവ് ആയിരിക്കാനായിട്ടുള്ള കാര്യം നോക്കാം. എൻവയോൺമെൻറ്റ് വിൻഡൊക്കെ ഓണാക്കി കൊടുക്കുക, കുറച്ച് മഴയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. വേണമെങ്കിൽ മഴ പെയ്യണ രീതിയിലൊക്കെ ഷോട്ട് എടുക്കാം നിങ്ങൾക്ക്. ഇവിടെ വേറെ റെയിൻ കൂട്ടി കൊടുത്താൽ കണ്ടോ മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് വേണമെങ്കിൽ ഇവിടെ നമ്മൾ ക്യാമറയുടെ ഫോക്കസ് വേണമെങ്കിൽ വെള്ളത്തിലേക്ക് കൊടുക്കുക. ഇവിടെ വെള്ളം തുള്ളി വീഴണം. ഇങ്ങനെ ഷോട്ടൊക്കെ വേണമെങ്കിൽ ആദ്യം വീഡിയോ എടുക്കുക. ഒരു 5 സെക്കൻഡൊക്കെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് തുടങ്ങാം. നിങ്ങളുടെ ഇഷ്ടം പോലെ, ഞാൻ പറഞ്ഞെന്നുള്ളൂ. പിന്നെ എടുക്കുമ്പോൾ എല്ലാം ഷോട്ടും കുറച്ച് കൂടുതൽ ലെങ്ത് എടുക്കുക. പിന്നെ നമ്മളിതെല്ലാം എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലിട്ടിട്ട് നമ്മൾ എഡിറ്റ് ചെയ്താണ് അങ്ങനെ നല്ലൊരു ഷോട്ടിലേക്ക് മാറുന്നത്. ഞാൻ പിന്നെ കളർ ഗ്രേഡിങ് പോലുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് ഒന്നും അറിയില്ല. ഞാൻ ജസ്റ്റ് ഇതിൽ നിന്ന് റെൻഡർ ചെയ്യുന്നു, എടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണാം എത്ര ക്ലിപ്പ് ഉണ്ടായെന്ന് കണ്ടോ. ഇപ്പോൾ കുറേ ക്ലിപ്പ് ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. 1 തൊട്ട് 14, 13 ക്ലിപ്പ് റെൻഡർ ക്യൂവിൽ നോക്കി കാണാം. ഇത്രയും ക്ലിപ്പ് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തു. ഒരു സീൻ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട് എനിക്ക് തംബ്നെയിൽ ഉണ്ടാക്കാനായിട്ട്, അത്രേ ഉള്ളൂ. ഓരോ ക്ലിപ്പും ഇപ്പം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഷോട്ടിങ്ങിനൂടെ കാണാം. ഇത് കണ്ടു, ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ളൊരു ക്ലിപ്പാണ്, അവിടെ തന്നെ നിൽക്കുന്നു. പക്ഷേ ബാക്കി എൻവയോൺമെൻറ്റ് മാത്രം അനങ്ങുന്നു. അങ്ങനെ ഒരു 10 സെക്കൻഡ് ഷോട്ട്. പിന്നെ അതിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് അകത്തേക്ക് വരും. ഇത് ഞാൻ ടെംപ്ലേറ്റ് ഉപയോഗിച്ചെടുത്തതാണ്. ഇതിന് അസെൻറ്റ് എന്ന് പറഞ്ഞു, ഇതിന് ടെംപ്ലേറ്റിലുള്ളതാണ്, ഇങ്ങനെ കറങ്ങി വരുന്ന ഷോട്ട്. പിന്നെ ഉള്ളതെല്ലാം ഞാൻ സീൻ സെറ്റ് ചെയ്തെടുത്തേക്കാണെന്ന് തോന്നുന്നു. ഇങ്ങനെ വന്നതും വെറുതെ ഒരു കറങ്ങുന്ന ഷോട്ടൊക്കെ. 2 സീൻ തമ്മിൽ കണക്ട് ചെയ്തെടുക്കുന്ന ഷോട്ടുകൾ ഇതെല്ലാം. ഇതെല്ലാം 1080pയിലിട്ടു, റെസൊല്യൂഷൻ 1080p കൊടുത്തു, ഫ്രെയിം റേറ്റ് 16 കൊടുത്തിട്ടാണ് റെൻഡർ ചെയ്തിരിക്കുന്നത്. അത്ര വ്യത്യാസമുള്ളൂ. MP4 റെൻഡർ ചെയ്ത് പിന്നെ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ ഇട്ടിട്ടാണ് ഞാനത് തമ്മിൽ കണക്ട് ചെയ്ത് ഒരു ഓഡിയോ ഒക്കെ ഇട്ട് ചെയ്തത്. D5ൻ്റെ റോൾ ഇതിൽ പറയുകയാണെങ്കിൽ വളരെ കുറവാണ്. നമുക്ക് ക്ലിപ്പ് റെൻഡർ ചെയ്തെടുക്കുക എന്നുള്ളൊരു റോളേ ഉള്ളൂ. പിന്നെ വീഡിയോ എഡിറ്റിങ്ങിലിട്ടിട്ടാണ് നമ്മളത് കട്ട് ചെയ്ത് റെഡിയാക്കുന്നത്. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്ര. സിനിമാറ്റിക് വീഡിയോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആസ്പെക്ട് റേഷ്യോ മാറ്റണം, അത് ഓർക്കുക. D5 എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലിട്ട് മാറ്റാം. പിന്നെ എടുക്കുന്ന ഷോട്ടെല്ലാം മാക്സിമം പതിയെ പോകുന്ന രീതിയിലുള്ളത്, ഇങ്ങനെ പതിയെ പോകുന്ന രീതിയിലുള്ളതൊക്കെ എടുക്കുക. സ്പീഡ് മൂവ്മെൻറ്റ്സ് ഒക്കെ മാക്സിമം ഒഴിവാക്കാൻ നോക്കാം. അത്രയൊക്കെ ഉള്ളൂ. എന്താ പറയുക, പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ലാത്തൊരു വീഡിയോ ആണിത്. എനിക്കറിയാവുന്ന ആളുകളൊക്കെ തന്നെയാണ്, ഒരാളിങ്ങനെ ചോദിച്ചിട്ടുണ്ടായതുകൊണ്ട് ഞാൻ വീഡിയോ ഇട്ടെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഞാനൊരു എക്സ്റ്റീരിയർ റെൻഡർ ചെയ്യാനുള്ളൊരു വീഡിയോ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോ മിക്കവാറും അതായിരിക്കും, പ്രോപ്പറായിട്ട് എക്സ്റ്റീരിയർ റെൻഡർ ചെയ്യാനുള്ളൊരു വീഡിയോ. അപ്പം അങ്ങനെ നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് കാണാം.
അപ്പോൾ ഓക്കെ ബൈ.